രണ്ട് കാര്യങ്ങളും രണ്ട് കഥകളാണ്. അതിലാദ്യത്തെ കഥ ഇന്നാണ് നടന്നത്. 39 വർഷം മുമ്പ് 1983 ഇന്ത്യ ലോകകപ്പ് കിരീടമുയർത്തിയ ദിവസമാണ് ഇന്ന്. എന്നെ അത് ഓർമ്മിപ്പിച്ചത് ഇൻസ്റ്റാഗ്രാമാണ്. നിങ്ങളെല്ലാവരും ഇൻസ്റ്റ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർ നിങ്ങളുടെ ഫോളോയിങ് ലിസ്റ്റിലുണ്ട്. എൻ്റെ ഇൻസ്റ്റാഗ്രാമിലുമുണ്ട് എനിക്ക് പ്രിയപ്പെട്ട ഒരു കൂട്ടം മനുഷ്യർ. അതിലൊരാൾ സച്ചിൻ ടെണ്ടുൽക്കറാണ്. എൻ്റെ ഫോളോയിങ് ലിസ്റ്റിൽ നിന്ന് സച്ചിൻ ടെണ്ടുൽക്കർ എന്നെ ഇന്ന് ആ പടം ഓർമ്മിപ്പിച്ചു. 39 വർഷം മുമ്പ് ഇന്ത്യ ലോകകപ്പ് കിരീടമുയർത്തിയ ദിവസം, മുംബൈയിലെ തെരുവുകളിൽ ആനന്ദ നൃത്തങ്ങൾ ആടിയ ദിവസം, ആൾക്കൂട്ടത്തിൻ്റെ ചുമലിലിരുന്ന് ഒരു കൊച്ചുകുട്ടി ഇന്ത്യയുടെ ലോകകപ്പ് വിജയം ആഘോഷിക്കുന്ന ചിത്രം. അതിനടിയിലായി സച്ചിൻ എഴുതി വച്ചിട്ടുണ്ട്, അന്ന് തുടങ്ങിയ സ്വപ്നമാണ് എന്നെ സച്ചിൻ ടെണ്ടുൽക്കർ ആക്കിയത് എന്ന്. ഈ കാഴ്ച വർഷങ്ങൾക്കിപ്പുറം ആവർത്തിക്കപ്പെട്ടു. മുംബൈയിലെ തെരുവിലൂടെ തന്നെ ചുമലിലിരുത്തി ആനന്ദ നൃത്തം ചവിട്ടിയ മനുഷ്യരെ സച്ചിൻ ടെണ്ടുൽക്കർ വീണ്ടും ഓർത്തിട്ടുണ്ടാവുക അന്നായിരിക്കണം ഇന്ത്യ രണ്ടാമതും ലോകകപ്പ് ഉയർത്തിയ ദിവസം. സച്ചിൻ ടെണ്ടുൽക്കർ എന്ന ലോക ക്രിക്കറ്റ് കണ്ട എക്കാലത്തെയും വലിയ പ്രതിഭയെ ചുമലിലിരുത്തി ഇന്ത്യൻ ടീം അംഗങ്ങൾ സ്റ്റേഡിയം വലം വെച്ചു ആനന്ദ നൃത്തം ചവിട്ടി. സച്ചിൻ്റെ ജീവിതം നമ്മളോട് സംസാരിക്കുന്നത് അതാണ്. ഒരു സ്വപ്നത്തിനു പിന്നാലെയുള്ള ആത്മാർത്ഥമായ യാത്ര. ആ വാക്ക് ഞാൻ അടിവരയിട്ട് പറയും. ആത്മാർത്ഥമായ യാത്ര ഒടുവിൽ എത്തിച്ചേരുക ഒരു മഹാവിജയത്തിലായിരിക്കും എന്ന്. നിങ്ങൾക്കുമുണ്ടാവും അങ്ങനെയൊരു ദിവസത്തിൻ്റെ കഥ പറയാൻ. അന്ന് തുടങ്ങിയ സ്വപ്നമാണ് നിങ്ങളെ ഈ വർഷത്തെ നീറ്റ് എക്സാമിലേക്ക് നടത്തുന്നത്. ഒറ്റ സ്വപ്നത്തിനു പിന്നാലെ നടത്തിയ മഹായാത്രയാണ്. അതിൽ നിങ്ങൾക്ക് കാലിടറരുത് എന്നതുകൊണ്ടാണ് കേരളത്തിലെ 14 ജില്ലകളിലും മോക്ക് എക്സാമിനേഷനുകൾ 3 ഞായറാഴ്ചകളിലായി നടത്താൻ സൈലം ലേണിംഗ് ആപ്പ് തീരുമാനിച്ചത്. എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ. എങ്കിലും പരീക്ഷാമുറി നിങ്ങളെ ഒരു ദിവസം അന്ധാളിപ്പിച്ചേക്കാം. അതുകൊണ്ടാണ് എങ്ങനെ പരീക്ഷ എഴുതണം, ഏത് രീതിയിൽ എക്സാമിനേഷൻ ഹാളിൽ പ്രവേശിക്കണം, ഏത് രീതിയിൽ ടൈം മാനേജ്മെൻറ്റ് ശീലിക്കണം എന്നതൊക്കെ ഒരു നീറ്റ് എക്സാമിനേഷൻ അന്തരീക്ഷത്തിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. ഒരു തവണയല്ല, 1, 2, 3 തവണ പ്രാക്ടീസ് ചെയ്ത് നിങ്ങളെ നീറ്റ് എക്സാമിനേഷൻ എഴുതിക്കേണ്ടതുണ്ട് എന്ന ആലോചനയിൽ നിന്നാണ് സൈലം ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ അനൗൺസ് ചെയ്യുന്നത്. ആ പ്രാധാന്യം ഉൾക്കൊണ്ട് സൈലത്തിലെ മുഴുവൻ അധ്യാപകരും 14 ജില്ലകളിലേക്ക് എക്സാമിനേഷൻ കിറ്റുകളൊക്കെയായി തലേ ദിവസം തന്നെ ട്രെയിന് കയറിയും ബസ് കയറിയും ഒക്കെ കഷ്ടപ്പെട്ട് യാത്ര ചെയ്തെത്തി. അവരെ സ്വീകരിക്കാൻ സൈലത്തിൻ്റെ ഓരോ ജില്ലകളിലുമുള്ള റീജിയണൽ മാനേജേഴ്സും ടീം ലീഡേഴ്സും എല്ലാം ഉണ്ടായിരുന്നു. നിങ്ങളുടെ മെൻറ്റേഴ്സ് ഉണ്ടായിരുന്നു. എല്ലാവരും കൈകോർത്ത് നടത്തിയ, ഒരുപക്ഷെ കേരളം ഇതേവരെ കാണാത്ത വലിയൊരു പരീക്ഷയാണ് കഴിഞ്ഞ ഞായറാഴ്ച ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിലിൻ്റെ ആദ്യ ദിവസം കൊണ്ടാടപ്പെട്ടത്. ആ പരീക്ഷയുടെ വിശേഷങ്ങൾ, ആ പരീക്ഷ നിങ്ങളെ എത്രമാത്രം സ്വാധീനിച്ചു എന്നതിൻ്റെ വിശേഷങ്ങൾ നിങ്ങളും നിങ്ങളുടെ പാരൻസുമൊക്കെ 14 ജില്ലകളിൽ നിന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വീഡിയോകൾ ഞങ്ങളിരുന്ന് ആവേശത്തോടെയും സന്തോഷത്തോടെയും അഭിമാനത്തോടെയും ഒക്കെ കാണുന്ന സാഹചര്യം കഴിഞ്ഞ ഞായറാഴ്ച ഉണ്ടായി. നാളെ വീണ്ടും ഒരു ഞായറാഴ്ച വരികയാണ്. കഴിഞ്ഞ പരീക്ഷ എഴുതാൻ കഴിയാതെ പോയി ഒരുപാട് പേരുണ്ട്, എനിക്കറിയാം. നിങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തല്ല പരീക്ഷാ സെൻറ്റർ എന്നതുകൊണ്ട്, ബസ് കയറി പോകണം എക്സാമിനേഷൻ സെൻറ്ററിലേക്ക് എന്നതുകൊണ്ടൊക്കെ മടിച്ചു പിൻവാങ്ങിയ ആളുകളുണ്ട്. അവരുടെ മുമ്പിലേക്കാണ് സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ ഇൻസ്റ്റാ പ്രൊഫൈൽ ഞാനിപ്പോൾ എടുത്തു വെക്കുന്നത്. ഒറ്റ സ്വപ്നത്തിനു പിന്നാലെ യാത്ര ചെയ്യുന്ന മനുഷ്യർക്ക് വേണ്ട ഏറ്റവും പ്രാഥമികമായ ക്വാളിറ്റി, അതിനുവേണ്ടി അങ്ങേയറ്റം പരിശ്രമിക്കാൻ നാം തയ്യാറാവണം എന്നതാണ്. അതുകൊണ്ട് പരീക്ഷാ ഹോൾ നിങ്ങളുടെ തൊട്ടടുത്താണോ എന്ന് ആലോചിച്ചല്ല മോക്ക് എക്സാമിനേഷൻ എഴുതേണ്ടതുണ്ടോ എന്ന തീരുമാനം നിങ്ങൾ എടുക്കേണ്ടത്. മറിച്ച് ഒരു സ്വപ്നത്തിനു പിന്നാലെ രാപ്പകൽ കഷ്ടപ്പെട്ട് ഇറങ്ങിത്തിരിച്ച ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എവിടെയായാലും ഞാൻ പോയി പരീക്ഷ എഴുതും. ഇതെൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ദിവസത്തിൻ്റെ മുന്നോടിയായുള്ള പ്രാക്ടീസാണ്. ഈ പ്രാക്ടീസ് സെഷനുകളിൽ ഞാൻ തീർച്ചയായും മാറ്റുരയ്ക്കും എന്ന നിശ്ചയദാർഢ്യമാണ് നിങ്ങൾ ആ പരീക്ഷാ ഹോളിൽ എത്തിക്കേണ്ടത്. അതുകൊണ്ട് അല്പം ബുദ്ധിമുട്ടിയാണെങ്കിലും നാളത്തെ പരീക്ഷ എഴുതാൻ നിങ്ങളെല്ലാവരും വരണം എന്ന് റിക്വസ്റ്റ് ചെയ്യാനാണ് സച്ചിൻ്റെ ജീവിതം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്തത്. രണ്ടാമത്തെ കഥ കഴിഞ്ഞ ഞായറാഴ്ച നമ്മളുടെ പരീക്ഷയ്ക്കിടയിലാണ് ഞാൻ കാണുന്നത്. കൊല്ലം KMG സെൻട്രൽ സ്കൂളിൽ നമ്മളുടെ പരീക്ഷ നടക്കുന്നു. പരീക്ഷാ ഹാളിലേക്ക് ഒരു പരീക്ഷാർത്ഥി കയറി വരുന്നു. പേര് സുരേഷ് ബാബു CT. റോൾ നമ്പർ 61-028. എക്സാമിനേഷൻ സെൻറ്ററിൽ വെച്ച് എക്സാമിനർ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ഈ വർഷത്തെ നീറ്റ് എക്സാമിനേഷൻ എഴുതുന്നുണ്ടോ? നിങ്ങളൊരു വിദ്യാർത്ഥിയാണോ? അതിന് മറുപടിയായി അയാൾ പറഞ്ഞത്,
ഞാൻ എക്കാലവും ഒരു വിദ്യാർത്ഥിയായിരുന്നു, തീർച്ചയായും ഈ വർഷത്തെ നീറ്റ് എക്സാമിനേഷൻ ഞാൻ എഴുതുന്നുണ്ട് എന്നാണ്. ആ വിലാസം ഞങ്ങളിരുന്ന് തപ്പിക്കൊണ്ടേയിരുന്നു. സുരേഷ് ബാബു CT, അനു കോട്ടേജ്, തോടിയൂർ പോസ്റ്റ്, കരുനാഗപ്പള്ളി. പക്ഷേ അങ്ങനെ ഒരാൾ സൈലം ലേണിംഗ് ആപ്പിലില്ല. അയാൾ ഈ വർഷത്തെ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതുന്നു എന്നത് ഞങ്ങൾക്ക് വിശ്വസിക്കാനും കഴിഞ്ഞില്ല. എന്നിട്ടും ക്ഷമയോടെ പരീക്ഷ കഴിയും വരെ ഞങ്ങൾ കാത്തിരുന്നു. പരീക്ഷ കഴിഞ്ഞ് പുറത്തേക്കിറങ്ങിയ കുട്ടികൾക്കിടയിൽ ചെന്ന് ഞങ്ങൾ ആ ചോദ്യം വീണ്ടും ചോദിച്ചു, സാർ, അങ്ങ് ഈ പ്രാവശ്യത്തെ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതുന്നുണ്ടോ? എരുമേലി പോലീസ് സ്റ്റേഷനിലെ റിട്ടയേർഡ് സർക്കിൾ ഇൻസ്പെക്ടർ CT സുരേഷ് ബാബുവിനെ ഞങ്ങൾ അടുത്തറിഞ്ഞ നിമിഷം കൂടിയായിരുന്നു അത്. മകൻ ആദിൽ അജ്മലിനൊപ്പം പരീക്ഷ എഴുതാൻ വന്നതാണ് സുരേഷ് ബാബു CT എന്ന അച്ഛൻ. നീറ്റാണ്, വലിയ പരീക്ഷയാണ് എന്ന വേവലാതി ഒന്നും നിനക്ക് വേണ്ട. നീ നന്നായി പഠിച്ചാൽ മതി. എക്സാമിനേഷൻ സെൻറ്റർ എവിടെയായിരുന്നാലും പരീക്ഷ എഴുതാൻ അച്ഛനൊപ്പം വരും, നിനക്കൊപ്പം ഇരുന്ന് പരീക്ഷ എഴുതുമെന്ന് എപ്പോഴും പറയാറുണ്ട്. എങ്കിലും ഈ വർഷത്തെ നീറ്റ് എക്സാമിനേഷനും തൻ്റെ ഒപ്പം അച്ഛൻ അപേക്ഷിച്ചിട്ടുണ്ട്. എങ്കിലും അച്ഛൻ വന്നു കളയുമെന്ന് ആദിൽ അജ്മൽ മനസ്സിലാക്കിയത് കഴിഞ്ഞ ഞായറാഴ്ചയാണ്. സൈലത്തിൻ്റെ മോക്ക് എക്സാമിനേഷൻ കൊല്ലത്ത് നടന്ന കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ പരീക്ഷാ ഹാളിലേക്ക് ഇറങ്ങുമ്പോൾ അച്ഛൻ വന്ന് പറഞ്ഞു, നിന്റെ റോൾ നമ്പർ 61-017 അല്ലേ? എൻ്റേത് 61-028. നമ്മൾ 2 മുറിയിലിരുന്നാണല്ലോ പരീക്ഷ എഴുതുക എന്ന്. ആദിൽ അജ്മലിനൊപ്പം സുരേഷ് ബാബു CT വന്നു 2 മുറിയിലിരുന്ന് ആ അച്ഛനും മകനും ആത്മവിശ്വാസം പരസ്പരം പങ്കുവെച്ച് പരീക്ഷ എഴുതി. ജീവിതത്തിൽ നമുക്ക് കുറേ ലക്ഷ്യങ്ങളുണ്ട്. അപ്പോൾ ഈ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് നിങ്ങളെ വളർത്തുമ്പോൾ അവർക്കൊരു ലക്ഷ്യബോധം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഞാനും ഇവരോടൊപ്പം എഴുതാമെന്ന് കരുതിയത്. പരീക്ഷ എന്ന് പറയുന്നത് വെറും പരീക്ഷയല്ലല്ലോ, ജീവിതത്തിൽ ഒരുപാട് പരീക്ഷകളുണ്ട്. അതിൻ്റെ ഒരു പരീക്ഷയാണ് നമ്മുടെ ഈ വഴിത്തിരിവ്. അപ്പം പണ്ട് എൻട്രൻസ് എന്ന് പറയുമ്പോൾ ഞങ്ങളൊക്കെ പഠിക്കുന്നത് ഡിഗ്രി ലെവലാണ്. ഡിഗ്രിക്കൊക്കെ ഞങ്ങൾ എൻട്രൻസിനൊക്കെ അപ്ലൈ ചെയ്യും. ഇതിനുള്ള പരിപാടികളൊന്നും ഇല്ല. ഞാനൊരു കെമിസ്ട്രിക്കാരനായിരുന്നു, വൈഫൈ ഫിസിക്സ് ആണ്. പുള്ളി ഒരു പ്രിൻസിപ്പളായിട്ട് വർക്ക് ചെയ്യാം. അപ്പോൾ അവിടെ വിളിച്ചാലും വരില്ല, ഫിസിക്സ് പറഞ്ഞു കൊടുക്കാൻ. ഞാൻ കെമിസ്ട്രി വിളിച്ചാൽ വരത്തില്ല. എന്തുകൊണ്ടാണ്? എൻ്റെ പഠനം എല്ലാം തന്നെയാണ്. അപ്പോൾ നല്ല കാര്യം തന്നെ പഠിക്കട്ടെ. അപ്പോൾ അയാൾക്കൊരു മോട്ടീവിന് വേണ്ടിയാണ് ഞാനും കൂടെ അപ്ലൈ ചെയ്തത്. ഇയാൾ സൈലം ഈ കുട്ടികളുടെ കൂടെ ഇരുന്ന് കൂട്ടുകാരുടെയൊക്കെ സ്ഥലത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഞാനും ചോദിക്കട്ടെ എന്ന് പറഞ്ഞാണ് ഇതൊക്കെ പറഞ്ഞ് കൂട്ടം കൂടുന്ന പറയുമ്പോൾ പപ്പായ്ക്ക് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യം ഉണ്ടോ എന്നൊക്കെ ഇയാൾ ചോദിക്കും. ഞാൻ പറയാം, എന്നാലും അല്ലല്ലോ, നമുക്ക് ആരുടെ കിട്ടുന്ന അറിവ് തന്നെ. ഇപ്പോൾ ഇഴഞ്ഞ് നടക്കുന്ന ഒരു കുട്ടിയുടെ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒരു അറിവ് ഭയങ്കരമാണ്. അപ്പോൾ സൈലം ചെയ്യുന്നത് നല്ലൊരു പരിപാടിയാണ്. കാരണം ഇതിനകത്ത് മറ്റുള്ളവരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പഠിക്കുന്ന കുട്ടികളെ, അവരുടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ടാസിൻ്റെ കേസ് സൈലം അവർ എല്ലാവരും വിളിക്കുകയാണ്. ഇത് പഠിക്കാത്തവർക്ക് ഇത്ര നിശ്ചിതമായ ഫീസ്, വളരെ തുച്ഛമായ 90 അല്ലേ? അല്ല, ഒരിക്കലും അത് ഫീസ് അല്ല. ഇതിൻ്റെ മെറ്റീരിയൽ ഇതാവുന്നില്ല. അല്ല, മെറ്റീരിയൽ ദൂരാവുന്നില്ല. അപ്പം നമുക്കത് മനസ്സിലാകും. പക്ഷെ അത് വളരെ ചീപ്പ് റേറ്റിൽ തന്നെ വന്ന് കുട്ടികൾക്ക് എഴുതാനും ഇതൊന്ന് പരിചയപ്പെടാനും. എങ്ങനെയായിരിക്കും നമ്മൾ ആദ്യമായി നമ്മളിപ്പോൾ പുലിയെ കാണുമ്പോൾ അതെന്താ പുലി കടിക്കുമോ? അന്നേരം ചിലർ വായി കൈയിട്ടു അന്തരം കടിക്കും, ചിലപ്പോൾ കാലെ പിടിക്കും അന്തരം കടിക്കും, എവിടെ തൊട്ടാലും പുലി കടിക്കും, ഇല്ലയോ? അതേ കണക്കാം. അപ്പോൾ ആ പേടിയൊന്ന് മാറുന്നതിന് വേണ്ടി കുഞ്ഞുങ്ങളെ ഒന്ന് മോട്ടിവാക്കാം അവർ നല്ല രീതിയിൽ. അപ്പോൾ അച്ഛനും അമ്മയുടെ എന്ന് പറയുന്നത് എല്ലാ അച്ഛനും അമ്മയും ചോദിക്കും എങ്ങനെ ഉണ്ടായിരുന്നു കുഞ്ഞെ സൈലമെന്നേ ചോദിക്കത്തുള്ളൂ. ഇപ്പം കോഴിക്കോട് ബേസ് ചെയ്തിട്ട് അവിടെ ഹോസ്റ്റലും കാര്യങ്ങളും ഉണ്ടല്ലോ. ഉണ്ട്, തൃശ്ശൂരും വന്നു. ഇപ്പോൾ അടുത്തല്ലേ തൃശ്ശൂരോടാ? തൃശ്ശൂരും സെൻട്രൽ ബേസ് തന്നെ ആണ്. അപ്പോൾ അതുകൊണ്ട് നല്ല കാര്യമാണ് ഈ കുഞ്ഞുങ്ങൾ. പിന്നെ ഫീസ് വളരെ കുറവാണ്. അത് പിന്നെ കോഴ്സിന് ചേരുന്നവർക്ക് തന്നെ പഠിക്കാനായിട്ട് ഇത്ര 35,000 രൂപ കണ്ടോ വർഷമല്ലേ? അങ്ങനെയല്ലേ? ഓൺലൈനാണ് 38,000 മെറ്റീരിയൽ അവർക്ക് കൊടുക്കുന്നത്. അതേ മെറ്റീരിയലിനെ കിട്ടും, അങ്ങനെയല്ലേ? എക്സാം എഴുതുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സിലേക്ക് ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നതെല്ലാം വരുന്നുണ്ട്. അപ്പം നല്ല എഴുതാൻ പറ്റിയ എക്സാം. ഇവരതാണ് പറഞ്ഞത്, സൈലത്തിനെ കുറിച്ച് പറഞ്ഞപ്പോഴും അതാണ് പരീക്ഷ എഴുതാനായിട്ട് കൂടുതൽ സഹായിച്ചു എന്നാണ്. എഡ്യൂക്കേഷൻ അതിൻ്റെ മഹത്തരമാണെന്ന് നമുക്കറിയാം, മനസ്സിലായോ? ഒന്നുമില്ലായ്മയെന്ന് വന്നവരെ ഞാൻ അടിപൊളിയാക്കും. ഈ കഥ എനിക്ക് പങ്കുവെക്കാനുള്ളത് എന്നെ കേൾക്കുന്ന രക്ഷിതാക്കളോടാണ്. തൊട്ടടുത്തല്ല പരീക്ഷാ സെൻറ്റർ എന്നതുകൊണ്ട് മകനൊപ്പം ഞാൻ പോവേണ്ടതുണ്ടോ, മകൾക്കൊപ്പം ഞാൻ പോവേണ്ടതുണ്ടോ, അതല്പം ബുദ്ധിമുട്ടാവില്ലേ എന്നൊക്കെ തീരുമാനിച്ച് മടിപിടിച്ച് പിന്മാറാനിടയുള്ള മുഴുവൻ രക്ഷിതാക്കളുടെയും മുമ്പിലാണ് ആദിലിൻ്റെയും അച്ഛൻ്റെയും ജീവിതം ഞാൻ തുറന്നു വെക്കുന്നത്. അത് നിങ്ങൾക്കൊരു പാഠമാവേണ്ടതുണ്ട്. എവിടെയായിരുന്നാലും നിങ്ങളുടെ കുട്ടി ഒരു വലിയ സ്വപ്നത്തിന് പിന്നാലെയുള്ള മഹായാത്രയിലാണ്. അയാളെ പിന്തുടരേണ്ടതുണ്ട്, കൂട്ടിരിക്കേണ്ടതുണ്ട്, കരുത്താവേണ്ടതുണ്ട്. അത് സുരക്ഷിതമായി അയാളെ ഭാവിയിലേക്ക് നടത്തും. സോ നാളത്തെ പരീക്ഷയ്ക്ക് നിങ്ങളും നിങ്ങളുടെ കുട്ടിയും ഉണ്ടാവണം. ഞങ്ങളും ഞങ്ങളുടെ മുഴുവൻ സംവിധാനവും നിങ്ങളെ കാണാൻ
നിങ്ങളുടെ പരീക്ഷാ ഹാളിൽ ഉണ്ടാവും. ആൾ ദി ബെസ്റ്റ്.